രാത്രിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇത് ശാലോമിൻ്റെ നൈറ്റ് വിജിലാണ്. കർത്താവ് ഇറങ്ങി വരുന്ന ഒരു രാത്രി, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഈശോ കാത്തിരിക്കുന്ന ഒരു രാത്രി. ഹല്ലേലൂയ. ജനലക്ഷങ്ങളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രാത്രി. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമുക്ക് കർത്താവിനോട് ചേർന്നിരുന്ന് അനുഗ്രഹം സ്വന്തമാക്കാം. ഹല്ലേലൂയ. വീണ്ടും പറയാം, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈ രാവിൽ കർത്താവിന്റെ വചനം സങ്കീർത്തനം 121:1. പർവ്വതത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പറയുകയാണ്, ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ പാദങ്ങൾ വഴുതാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നുമില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് സഹായം വരുന്നത് തെക്കു നിന്നോ വടക്കു നിന്നോ അല്ല, പർവ്വതങ്ങളിൽ നിന്നല്ല. നമുക്ക് സഹായം വരുന്നത് കർത്താവിൽ നിന്നാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഒരു ഷെയ്ക്കാരി കൊടുത്ത് നമുക്ക് പറയാം, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ്. നിന്റെ പാദങ്ങൾ വഴുതാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ പരിപാലിക്കുന്നവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ പരിപാലിക്കുന്ന ഒരു കർത്താവ്, ഉറക്കം തൂങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ രാത്രിയിൽ നാം ആ കർത്താവിന്റെ സന്നിധിയിലാണ്. ഉറക്കം തൂങ്ങാത്തൊരു ദൈവം, ഞാൻ ഉറങ്ങുമ്പോഴും എന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവം. അവൻ എൻ്റെ കോട്ടയാണ്, എൻ്റെ പരിചയാണ്, അവൻ എൻ്റെ കാവലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് കരങ്ങൾ രണ്ടുമൂന്ന് തുറന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ കാത്തിരിക്കുന്ന, പാദങ്ങൾ വഴുതാതെ കരങ്ങളിൽ താങ്ങുന്ന നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വരം ഉയർത്തി ആരാധിക്കാം, കരങ്ങൾ ഉയർത്തി ആരാധിക്കാം, കർത്താവിനെ കണ്ടുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധാത്മാവ് അഗ്നിയായി, പെരുമഴയായി നമ്മുടെ മേലിറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ മേലിറങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹ്യോൻ ശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ, മറിയത്തിൻ്റെ മേൽ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങിയപ്പോൾ, സ്വർഗത്തിൻ്റെ തീരുനാൾ ഇറങ്ങിയപ്പോൾ അവരുടെ ജീവിതം ലോകത്തിന് അനുഗ്രഹമായി മാറി. ലോകത്തിന് മുഴുവൻ സുവിശേഷം നൽകുന്ന വ്യക്തികളായിട്ട് മാറി. ഇതേപോലെ ഓ സ്വർഗത്തിൻ്റെ അഗ്നിയായ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിൻ്റെ മഴ എൻ്റെ മേൽ അയക്കണമേ. ഞാനൊരു പുതിയ വ്യക്തിയായി മാറട്ടെ, ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറട്ടെ. എന്നിലൂടെ യേശു മഹത്വപ്പെടട്ടെ. എന്നിലെ ബലഹീനത നീങ്ങിപ്പോകട്ടെ, എന്നിലെ കുറവുകൾ നീങ്ങിപ്പോകട്ടെ, എന്നിലെ പീഡകൾ നീങ്ങിപ്പോകട്ടെ, എന്നിലെ തിന്മയുടെ സ്വാധീനം നീങ്ങിപ്പോകട്ടെ. ഞാനൊരു ദൈവ പൈതലായി മാറട്ടെ. എന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ നൈറ്റ് വിജിലിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടെ നിന്നിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, അവിടെ നിന്ന് വസിക്കണമേ. നിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കട്ടെ. അവിടുത്തെ ശക്തിയാൽ ഞാൻ നിറയട്ടെ. എന്നിലെ ബലഹീനത നീങ്ങിപ്പോകട്ടെ, എന്നിലെ വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ, പാപ സ്വഭാവങ്ങൾ നീങ്ങിപ്പോകട്ടെ, പാപബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ, പരാജയങ്ങൾ നീങ്ങിപ്പോകട്ടെ, നിരാശ നീങ്ങിപ്പോകട്ടെ,
ദുഃഖപീഠകൾ നീങ്ങിപ്പോകട്ടെ. ആത്മനദി എന്റെ മേൽ ഒഴുകട്ടെ. ആത്മനദി എന്റെ മേൽ ആവസിക്കട്ടെ. പരിശുദ്ധാത്മാ ശക്തി ആവസിക്കട്ടെ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ദൈവം എനിക്ക് വേണ്ടി ഒരു പുതിയ ബന്ധക്കോസ്ത ഈ നൈറ്റ് വിജിലിൽ ദൈവത്തിന്റെ ബന്ധക്കോസ്ത ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അഭിഷേകം പ്രാപിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങുന്നു. വൈകല്യങ്ങൾ നീങ്ങിപ്പോകുന്നു. കുടവകൾ നീങ്ങിപ്പോകുന്നു. പീഡകൾ നീങ്ങിപ്പോകുന്നു. തിന്മയുടെ സ്വാധീനം നീങ്ങിപ്പോകുന്നു. പരാജയ ഭീതി നീങ്ങിപ്പോകുന്നു. സന്തോഷം കൊണ്ട് നിറയുന്നു. ആനന്ദം കൊണ്ട് നിറയുന്നു. ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി തീരുന്നു. ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ. വിശ്വാസത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ട് വലിയ ദാഹത്തോടെ ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ ആവസിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങട്ടെ. പെന്തക്കോസ്താ നാളിൽ ശിഷ്യന്മാരുടെ മേൽ ആവസിച്ച ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദാഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിളിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാഹത്തോടെ ഇറങ്ങി എന്നിൽ വാ, പാടാം നമുക്ക്. ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരങ്ങളടിച്ച് ദാഹത്തോടെ പരിശുദ്ധാത്മാവ് മഴ പോലെ നമ്മുടെ ജീവിതങ്ങളിൽ പെയ്തിറങ്ങാൻ, ഞാനൊരു പുതിയ വ്യക്തിയായി മാറാൻ, ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കരങ്ങൾ ഉയർത്തിയടിക്കാം. ആത്മാവിന്റെ മേലിറങ്ങാൻ, ആത്മാവിന് ശക്തി വ്യാപരിക്കാൻ കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ അഗ്നി എന്റെ മേൽ ഇറങ്ങട്ടെ, അവിടുത്തെ അഗ്നി നാളങ്ങൾ ഇറങ്ങട്ടെ. അവിടുത്തെ അഗ്നിയാൽ ഞാൻ പുതിയ സൃഷ്ടിയായി മാറട്ടെ, പുതിയ വ്യക്തിയായി മാറട്ടെ. അഭിഷേകത്തിന്റെ കൊടുങ്കാറ്റിനെ മേലെ ആവസിക്കട്ടെ. കരങ്ങൾ താഴ്ചരിച്ചുകൊണ്ട് പെന്തക്കുസ്തനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനേ, അഗ്നിജ്വാല പോൽ പിളർന്നിറങ്ങി വാ, കൊടുങ്കാറ്റ് പോലെ വീശിയെന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, കരങ്ങൾ ഉയർത്തി. മഴ പോലെ പെയ്തിറങ്ങി വാ,
പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. രണ്ട് സൈഡിലേക്കും കരങ്ങൾ മാറി മാറി അടിച്ച്, രണ്ട് സൈഡിലേക്കും കരങ്ങൾ അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യിക്കാൻ യുവാക്കൾ പോലും തളർന്നു വീഴും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാൽ തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുമില്ല. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി എന്നെ മേലെ അയക്കണമേ. കഴുകനെ പോലെ ചിറകടിച്ചുയരാ, തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാ. കാത്തിരിക്കും നീതാ ഞാനും യഹോവേ, ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി മഴ പോലെ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, 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 മഴ പോലെ ആരാധിക്കാം കർത്താവിനെ. മഴ പോലെ പെയ്തിറങ്ങി വാ, പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മഴ പോലെ പെയ്തിറങ്ങണമേ, മഴ പോലെ പെയ്തിറങ്ങണമേ. എന്റെ ജീവിതത്തിന്റെ മേൽ മഴ പോലെ പെയ്തിറങ്ങണമേ. എന്റെ വരൾച്ചയുടെ മേൽ, എന്റെ ദുഃഖവീടകളുടെ മേൽ മഴ പോലെ, മഴ പോലെ, മഴ പോലെ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി മഴ പോലെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാഹിച്ച് പ്രാർത്ഥിക്കാം, ദാഹിച്ച് വിളിക്കാം, പരിശുദ്ധാത്മാവിനെ വിളിക്കാം, പരിശുദ്ധാത്മാവിനെ വിളിക്കാം. സർവ്വതും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആറിപ്പോയതിന് ചൂട് നൽകുന്ന, വാടുന്നതിന് നനയ്ക്കുന്ന, വഴിതെറ്റിപ്പോയതിന് നേർവഴിക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ ശക്തി അയക്കണമേ. അവിടുന്ന് എന്നിൽ വസിക്കണമേ, അവിടുന്ന് എന്നിൽ വസിക്കണമേ, അവിടുന്ന് എന്നിൽ വസിക്കണമേ, അവിടുന്ന് എന്നിൽ വസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, സ്വരമുയർത്തി പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഴ പോലെ പെയ്തിറങ്ങി വാ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് മഴ പോലെ പെയ്തിറങ്ങി വാ, വീണ്ടും മഴ പോലെ, മഴ പോലെ
നമുക്കറിയാം, നൈറ്റ് വിജിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാത്രിയാണ്. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോ സ്വീകരിക്കും, കേൾക്കും. ഈശോ അതിന് മറുപടി നൽകും, നമ്മെ അനുഗ്രഹിക്കും. നൈറ്റ് വിജിൽ പ്രാപിച്ച 2 കത്തുകൾ, സമാന സ്വഭാവമുള്ള 2 കത്തുകൾ ഞാനിവിടെ വായിക്കുകയാണ്. ആദ്യത്തെ കത്തെഴുതിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന്, പിലാത്തറയിൽ നിന്ന് ആൻസി ജോർജ് എന്നാണ് കത്തെഴുതി വ്യക്തിയുടെ പേര്. ഞാൻ 2019 ഓഗസ്റ്റ് 2 നൈറ്റ് വിജിലിൽ എൻ്റെ മരുമകൾക്ക് OET എക്സാം പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റ് 3 പരീക്ഷ. TV-യുടെ മുമ്പിൽ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായാണ് ആ എക്സാം എഴുതുന്നത്. വേണ്ടത്ര തയ്യാറെടുപ്പ് ഒരുക്കവുമില്ലായിരുന്നു. നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന്, പാസ്സാകാൻ തീരെ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി റിസൾട്ട് വന്നപ്പോൾ പാസ്സായിരിക്കുന്നു. എൻ്റെ ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ശാലോമിന് നന്ദി. മറ്റൊരു കത്ത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. നേരത്തെ വായിച്ച അതേ കത്തിൻ്റെ സ്വഭാവമുള്ള കത്താണിത്. ജൂലൈ മാസത്തിലെ നൈറ്റ് വിജിലിൽ ജൂലൈ മാസത്തിൽ TV-യുടെ മുമ്പിൽ OET പരീക്ഷയ്ക്ക് പാസ്സാകുന്നതിന് വേണ്ടിയും മോളുടെ കല്യാണം ആകുന്നതിന് വേണ്ടിയും നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, OET പരീക്ഷ പാസ്സാകുകയും കല്യാണം ശരിയാകുകയും ചെയ്തു. ഈശോയ്ക്ക് 1000 നന്ദി. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. കരങ്ങളടിച്ച്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഈ 2 വ്യക്തികളും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവർ ചെയ്തു. അവർ രണ്ടും പരിചയമുള്ളവരല്ല. ഒരാൾ കാസർഗോഡുകാരും ഒരാൾ കണ്ണൂരുകാരുമാണ്. ഇവർ ചെയ്തത് ഇവരുടെ പ്രാർത്ഥനാ നിയോഗം എഴുതി വെച്ചു. ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. പ്രാർത്ഥനാ നിയോഗം കർത്താവിന് മുമ്പിൽ എഴുതി വെച്ചു. പ്രാർത്ഥന കേൾക്കുന്ന TV അല്ല, അതിലൂടെ ഈശോയാണ്. TV-യുടെ മുമ്പിൽ, കർത്താവിന് മുമ്പിൽ പ്രാർത്ഥനാ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളാരും ശാലോമിൽ നിന്നാരും ഈ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറയാറില്ല, പഠിപ്പിക്കാറില്ല. പക്ഷെ ഓരോരുത്തർ വിശ്വാസമാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള അനേക കത്തുകൾ വരുന്നുണ്ട്. ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കുന്നവർ, വീട്ടിലിരുന്ന് നൈറ്റ് വിജിൽ പങ്കെടുക്കുന്നവർ, ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യുക. നിങ്ങളുടെ ആവശ്യം OET എക്സാമോ IELTS എക്സാമോ മറ്റേതെങ്കിലും എക്സാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം വിവാഹം ആവശ്യമായിക്കൊള്ളട്ടെ, മക്കളുണ്ടാകാൻ വേണ്ടി ആയിക്കോട്ടെ, നിയോഗം എന്താണെങ്കിലും ഈ രാത്രിയിൽ ഒന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. കർത്താവിന് നമുക്ക് വിശ്വാസത്തിൻ്റെ കത്ത് ഈ സമയങ്ങളിൽ ഭവനത്തിൽ നിന്ന് എഴുതാം. എന്നിട്ടത് കർത്താവിന് സമർപ്പിക്കാം. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് നിർബന്ധമായിട്ട് പറയുന്ന കാര്യമല്ല, താല്പര്യമുള്ളവർക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. കാരണം അനേക സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. തുടർന്ന സമയങ്ങളിൽ നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. മനോജും ഷിജിയും നമ്മെ ജപമാലയ്ക്ക് വേണ്ടി സഹായിക്കുന്നു. മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ച് നമുക്ക് ജപമാലയിലേക്ക് പ്രവേശിക്കാം. മക്കളോടലിവുള്ളോരമ്മ മാതാവേ, അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളോരമ്മ മാതാവേ, പരിശുദ്ധമായൊരാ മേലങ്കിയാലേ ഞങ്ങളെ പൊതിയുന്ന അമ്മ മാതാവേ,
മക്കളോടലിവുള്ളൊരമ്മ മാതാവേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. കാൽവരി ബലിയിൽ പുത്രനാമീശോ ഞങ്ങൾക്കു തന്നതാം സമ്മാനമേ. കാൽവരി ബലിയിൽ പുത്രനാമീശോ ഞങ്ങൾക്കു തന്നതാം സമ്മാനമേ. ക്ലേശം നിറഞ്ഞൊരീ ജീവിതയാത്രയിൽ കൂടെ നടക്കുന്നോരമ്മ മാതാവേ. ക്ലേശം നിറഞ്ഞൊരീ ജീവിതയാത്രയിൽ കൂടെ നടക്കുന്നോരമ്മ മാതാവേ. അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളൊരമ്മ മാതാവേ. ആവേ 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 മരിയ. ആവേ 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 മരിയ. കണ്ണീരുണങ്ങാത്ത ജീവിതങ്ങൾക്കെന്നും ആശ്വാസമേകുന്നു രമ്മമാതേ. കണ്ണീരുണങ്ങാത്ത ജീവിതങ്ങൾക്കെന്നും ആശ്വാസമേകുന്നൊരമ്മമാതേ. തിന്മതൻ കെണികളിൽ വീഴാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നോരമ്മ മാതാവേ. തിന്മരക്കിണികളിൽ വീഴാതെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കുന്നൊരമ്മ മാതാവേ. അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളൊരമ്മ മാതാവേ. പരിശുദ്ധമായൊരാ മേലങ്കിയാലേ ഞങ്ങളെ പൊതിയുന്ന അമ്മ മാതാവേ. നീറും മനസ്സിന്റെ വേദന നീക്കുവാൻ സ്നേഹമോടണയുന്ന അമ്മ മാതാവേ. അമ്മ മാതാവേ, അമ്മ മാതാവേ, മക്കളോടലിവുള്ളൊരമ്മ മാതാവേ.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കാം, ഞാൻ ഈ രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ യോഗ്യതയാൽ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ വഴി എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, നമുക്ക് വിശ്വസിക്കാം. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മളുടെ ജീവിതവും നമ്മുടെ കുടുംബവും ഉയരപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമപ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങളോടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോരം വിയർത്തു എന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കുടുംബങ്ങളെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവ് ഈ അനുഗ്രഹത്തിൻ്റെ രാത്രി തീർച്ചയായും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. നമുക്ക് ആഗ്രഹിക്കാം, നസ്രത്തിലെ കുടുംബം പോലെ നമ്മുടെ കുടുംബവും രൂപപ്പെടുവാൻ വേണ്ടിയിട്ട്, അവിടെ യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ജനിക്കുവാൻ വേണ്ടിയിട്ട്, യേശു അവിടെ വളരുവാൻ വേണ്ടിയിട്ട്, യേശു നമ്മുടെ ഹൃദയങ്ങൾ രൂപപ്പെടുവാൻ വേണ്ടിയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതയിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന ദിവ്യരഹസ്യം ഞങ്ങൾ ധ്യാനിക്കുന്നു. പീലാത്തോസിന്റെ അരമനയിൽ കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടി അടികളേൽക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെടുകയും ചെയ്ത ദൈവമാണ് അവിടുന്ന്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശിക്ഷകൾ ഏറ്റെടുക്കുകയും അവിടുത്തെ ക്ഷതങ്ങളാൽ നമ്മെ സൗഖ്യപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ കർത്താവ്, അവിടുത്തെ സന്നിധിയിലേക്ക് വിവിധ രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാമത്തെ ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ യഹൂദന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലുള്ള നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. ഞാൻ ഇന്ന് വലിയ കടബാധ്യതയിലൂടെയാണോ കടന്നു പോകുന്നത്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതുമല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒത്തിരി നിയോഗങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. എന്നാൽ എനിക്ക് സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കില്ലാത്ത അവസ്ഥയിലാണോ, അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ നിമിഷം കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓർക്കാം, ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന അനേകായിരങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, സമൂഹങ്ങൾ, രാജ്യങ്ങളെല്ലാം സമർപ്പിക്കുക ഈ നിമിഷങ്ങളിൽ. കർത്താവിൻ്റെ കരുണ ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ കരുണ ലോകം മുഴുവനിലേക്കും ചൊരിയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ രഹസ്യത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാവണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. ആദ്യം പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങ് ആവശ്യമായിരിക്കുന്നവരെയും സ്വർലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവരഹസ്യം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഭാരമേറിയ കുരിശും ചുമലിലേറ്റി ഗാഗുൽത്ത ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈശോയെ ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും അനേകരുടെ പാപഭാരം ഏറ്റെടുക്കുകയും ചെയ്ത കർത്താവെ, എല്ലാ യുവജനങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപപ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും ശക്തിയും അവർക്ക് നൽകണമേ. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ. ദൈവസ്നേഹത്തിലും പ്രാർത്ഥനയിലും ആഴപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ യുവജനങ്ങളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്രോതത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. അഞ്ചാമത്തെ ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ ചെന്നപ്പോൾ വ്യാകുലസന്ധയിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിൻ്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശന്മേൽ തറയ്ക്കപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെ ഒന്ന് ഓർക്കാം. എല്ലാ കർദിനാൾമാരെയും മെത്രാന്മാരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെയും സന്യസ്തരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ അൽമായരെയും സമർപ്പിക്കുക. ഈ നിമിഷങ്ങളിൽ, ഈ നാളുകളിൽ തിരുസഭ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് തിരുസഭയിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ടും പ്രതിസന്ധികളിൽ കൂടുതൽ ശക്തിയോടെ അഭിഷേകത്തോടുകൂടി മുന്നേറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയുടെ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, എപ്പോഴൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരുസഭ കൂടുതൽ ഉണർന്നിട്ടുണ്ട്. നമുക്കും വിശ്വസിക്കാം, തിരുസഭ കൂടുതൽ അഭിഷേകത്തിലേക്കും ശക്തിയിലേക്കും ഉണരുവാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശേഷിച്ച് അങ്ങേ സഹായമുള്ള ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജപമാല സമർപ്പിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പേ, സ്ലേഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമാ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദേവകുമാരനമാതാവേ, രക്ഷകരൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മല മാതാവേ, കറയില്ലാത്തൊരു കന്യകയെ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശ്രുതയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായകയേ, ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾ. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ നാഥ, പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ.